ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? യൂട്യൂബിൽ ഭയങ്കര വൈറലായ വീഡിയോ ആയിരുന്നു ഈ മീൻ വറ്റിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു തോന്നൽ വന്നത്, എന്നാൽ പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി കളയാം. എന്നാൽ പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെറുതെ ഒന്ന് നോക്കിയാലോ. നമ്മുടെ സാധാരണ മീൻ കറിക്ക് വേണ്ട സാധനങ്ങൾ തന്നെ: ഒരു 5-6 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മുടെ വാളംപുളിയുടെ വെള്ളം. ഇപ്പോൾ ഒന്നും നോക്കണ്ട, പാൻ അങ്ങോട്ട് വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് തീ അങ്ങോട്ട് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിൽ നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മുരിയണം ഈ മസാലകളെല്ലാം. ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. മസാലകളെല്ലാം അതൊന്നും മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അത് 3ഉം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് നമ്മൾ ഈ തീ സെയിം തന്നെ കുറച്ച് തന്നെ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഈ ഉള്ളിയെല്ലാം ഇതിനുള്ളിൽ കിടന്ന് മൊരിഞ്ഞ് നല്ല ഇതിൽ വരണം. ഇത് നല്ലോണം റെഡിയായി വന്നു കഴിയുമ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. നല്ലൊരു ഗ്രേവി പോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനുള്ളിലേക്ക് തക്കാളി ഇടണം. അതൊരു വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടാം, അപ്പോൾ നല്ലൊരു മണം വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആവശ്യമുള്ളത് ഇടാം. ഇതിനകത്ത് അധികം വെള്ളം ഒഴിക്കേണ്ട, പക്ഷെ കുറച്ച് വെള്ളം വേണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഗ്രേവിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ വയ്ക്കാം. ഞാനിവിടെ ചാളയാണ് എടുത്തേക്കുന്നത്, കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് 5 ചാളയാണ് ഞങ്ങളിവിടെ ഇപ്പോൾ വെച്ചേക്കുന്നത്. ഒരു ഭംഗിക്ക് കുറച്ച് വേപ്പിലയും കൂടിയും ഒന്ന് വെതറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഓവറായി തോന്നുന്നുണ്ട്. മീനിലേക്കൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കോരി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കൊക്കെ ഒന്ന് മസാല പിടിച്ച് കിട്ടും. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ തിളച്ച് ഇങ്ങനെ വറ്റി തുടങ്ങി പതുക്കെ തിളച്ച് വരും. അത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടണം കേട്ടോ മീൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതിങ്ങനെ തിളച്ച് വരും. ഞങ്ങൾ തുറന്ന് വെച്ചിട്ട് വേവിച്ചത്. ഇതിങ്ങനെ ഇടയ്ക്ക് മറച്ചിടുക, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടുക, അങ്ങനെ ഇടയ്ക്ക് ചെയ്യണം. ഫ്ലെയിമും കുറച്ച് വയ്ക്കണം. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ഇവിടെ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അരികത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് കരിഞ്ഞല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലോണം ആ മസാല ഫുള്ള് വറ്റി വന്നിട്ട് ഇതുപോലെ കാണുമ്പോൾ തന്നെ കൊതിയാവും, അതുപോലെ തിന്നാൻ പറ്റും. ആ പുളിയുടെ ടേസ്റ്റും അതെല്ലാം കൂടെ ആയിട്ട് അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.